വേദം വ്യക്തമായി പറയുന്നുണ്ട്. വേദം ജനിച്ചപ്പോൾ മതചിന്തയല്ല, ശാസ്ത്രചിന്തയാണ്. ഭാരതത്തിന്റെ ശാസ്ത്രചിന്തയെ എടുത്ത് മതവുമായിട്ട് ആരും കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല. ഇതിനേക്കാളും വലിയ ജ്ഞാനം ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും വേദപ്രമാണമായിട്ട് എടുക്കാൻ ശേഷിയുള്ളവർ തന്നെയാണ് ഭാരതീയര്. അപ്പൊ നമ്മളുടെ ഈ മണ്ണാണ് ശിവൻ, ഈ മണ്ണാണ് മഹി, മഞ്ഞാണ് ഹിമ, ഈ മണ്ണാണ് ശിവൻ, ജലമാണ് പാർവതി. ജീവനെ പർവ്വതീകരിക്കുന്ന ആ പാർവതിയെ സംരക്ഷിക്കുവാൻ, അതിനെ പവിത്രീകരിക്കുവാൻ, ശിവന്റെ ഈ ദേശത്തിന്റെ ഈ ദേഹത്തിന്റെ മുഴുവൻ വിഷാംശത്തെയും ശുദ്ധീകരിക്കുവാനുള്ള ശേഷിയുള്ള ആ പാർവതിയുടെ നാടാണ്, സ്വന്തം നാടാണ് ഭാരതം. അതുകൊണ്ടാണ് ഭാരതാംബ എന്ന് പറയുന്നത്. ഇതാണ് പരമമായിരിക്കുന്ന രഹസ്യം. ഇതാണ് അറിയേണ്ടത്, ഇതാണ് ജനം അറിയേണ്ടത്. ആ ഭാരതാംബയുടെ മുകളിൽ ഉയർന്നു നിൽക്കേണ്ട വർണ്ണം സൂര്യവർണ്ണം തന്നെയാണ്, അത് കാവി തന്നെയാണ്. സപ്തവർണ്ണങ്ങളെ വിരിയിക്കുവാനുള്ള ശേഷിയുള്ള കാവി വർണ്ണം തന്നെയാണ് ഭാരതാംബയുടെ മുകളിൽ ഉദിച്ചു നിൽക്കേണ്ട ആ സൗര്യ സുന്ദരമായിട്ടുള്ള വർണ്ണം. ആ വർണ്ണം വിഭാഗീയത സൃഷ്ടിക്കുന്നതല്ല, ഒരിക്കലുമല്ല. മുഴുവൻ മൃത്യുഭാവങ്ങളെയും നീക്കുവാൻ, ആകാശത്തിന് സരസ്വതി ഭാവത്തിൽ വീണാപാണിയായിരിക്കുന്ന സരസ്വതിയുടെ മാതൃഭാവം തീർക്കുവാൻ, ആകാശത്തെ ആലയമാക്കുവാനായിട്ട് ജനിച്ച വർണ്ണമാണ് സൂര്യന്റെ സപ്തവർണ്ണങ്ങൾ ചേർന്ന കാവ്യവർണ്ണം. അതാണ് ജീവനെ ജനിപ്പിക്കുന്ന വർണ്ണം. ജീവനെ ജനിപ്പിക്കുന്ന വർണ്ണമാണ് കാവി. മരണത്തിന് കാരണമായിരിക്കുന്ന വർണ്ണം ആകാശത്തിൻ്റെതാണ്. അഗ്നി കാവിയാണ്, അത് ജനന കാരണ ശക്തിയാണ്. ആകാശം ഡാർക്കാണ്, അത് മരണകാരണ ശക്തിയാണ്. അതുകൊണ്ടാണ് കറുത്ത തുണി നമ്മൾ മരിക്കുമ്പോൾ കുത്തുന്നത്. ജനിക്കുമ്പോൾ കാവിയും കുത്തും. കാവി രാഷ്ട്രീയപരമായിട്ട് എഴുതിത്തള്ളേണ്ട ഒരു വർണ്ണമല്ല. ഭാരതം ശാസ്ത്രചിന്തയിലാണ് ആ കാവി പതാക നെഞ്ചേറ്റുന്നത്. ഭാരതത്തിന്റെ മാതാവിന്റെ കയ്യിൽ ഉയർന്നു നിൽക്കുന്ന ഭാരതാംബയുടെ മുകളിൽ ഉയർന്നു നിൽക്കേണ്ടതും കറുത്ത തുണിയല്ല, കാവ്യവർണ്ണമാണ് എന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയാണ്. വളരെ നന്ദിയുണ്ട് സന്തോഷി, വളരെ നന്ദിയുണ്ട്. ഭാരതാംബ എന്താണെന്ന് അങ്ങ് വളരെ വൃത്തിയായിട്ട് കൃത്യമായി വർണ്ണിച്ചു തന്നു, ഏതൊരാൾക്കും മനസ്സിലാവുന്നത് പോലെ. എന്താണ് ഭാരതാംബ, എന്താണ് കാവ്യവർണ്ണത്തിന്റെ അർത്ഥം, എന്തിനാണത് ഉപയോഗിക്കുന്നത്? നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും ഓരോ വ്യക്തിക്കും ഇത് അനുഭവയോഗ്യമായി അങ്ങയുടെ ഈ സംഭാഷണം തീർച്ചയായിട്ടും ഇത് വളരെ ഗുണം ചെയ്യും സന്തോഷി. വളരെ നന്ദി.